നമുക്ക് ഇനി ഇതൊന്ന് ട്രൈ ചെയ്യാം. വലിയ നമ്പേഴ്സ് ആണ്, ആൻസറും അതേപോലെ വലുതായിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. ഇവിടെ ഇപ്പോൾ എത്ര കൂടുതലുണ്ട്? നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 3 കൂടുതലുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 7 കൂടുതലുണ്ട്. ഹായ്, വെൽക്കം ടു എൻട്രിയ. എൻ്റെ പേര് റിജിൻ, നിങ്ങളുടെ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് എഡ്യൂക്കേറ്റർ. നമ്മൾ ഈ സെഷനിൽ നോക്കുന്ന വേദിക് മാത്സിന്റെ ഇനി റിമൈനിങ് ബാക്കിയുള്ള ഷോർട്ട് കട്ട്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പ് 6 സെഷൻ പോയിട്ടുണ്ട്. ഈ 6 സെഷനിലായിട്ട് നമ്മൾ ഓൾമോസ്റ്റ് 21 ഷോർട്ട് കട്ട്സ്, മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സ്, സ്ക്വയർ, സ്ക്വയർട്ട്, ക്യൂബ്, ക്യൂബ് അങ്ങനെയൊക്കെ ഉള്ളതും അങ്ങനെയൊക്കെ കുറേ ഷോർട്ട് കട്ട്സ് ആണ്. നമ്മൾ 21 ഷോർട്ട് കട്ട്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ട്രിക്സ് ഒക്കെ ഇതുവരെ കണ്ടില്ലാത്തവർ, ലൈക്ക് ആ ഒരു വീഡിയോസ് ഇതുവരെ കാണാത്തവർ ചാനലിൽ ചെന്ന് അവിടെ നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം കാണാവുന്നതാണ്. ആ വീഡിയോസ് എല്ലാം തന്നെ ചാനലിലുണ്ട്. അപ്പോൾ ഈ ഒരു വിദ്യാരംഭത്തിന്റെ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടി, നിങ്ങളുടെ ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരായാലും ചെയ്യാൻ പോകുന്നവരായാലും ഒക്കെ തന്നെ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ആപ്റ്റിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാൽക്കുലേഷൻ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്കൊരു നല്ല സ്റ്റാർട്ടിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വേദിക് മാത്സിന്റെ സീരീസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ കാൽക്കുലേഷൻസിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളത് വളരെയധികം ഉപയോഗിച്ച് അതിൽ നല്ലൊരു ഫ്ലോ കൊണ്ടുവരിക, നല്ലൊരു സ്പീഡ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നിങ്ങൾ മുമ്പോട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യണം. പക്ഷേ ഈ ഒരു ട്രിക്സ് ഒക്കെ അറിഞ്ഞിരിക്കുക, എന്നിട്ട് അത് നല്ലപോലെ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് ഷോർട്ട് കട്ട്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ റിമൈനിങ് ഷോർട്ട് കട്ട്സിലേക്കാണ് നമ്മൾ ഈ ഒരു സെഷനിലും നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് ആ ഒരു ഷോർട്ട് കട്ട്സിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഇതിലും കുറേ ട്രിക്സ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ അതിലും നമ്മുടെ 22ാമത്തെ ഷോർട്ട് കട്ട് ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ ഈ 22ാമത്തെ ട്രിക്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ട്രിക്കിന്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 100 അടുപ്പിച്ച് വരുന്ന നമ്പേഴ്സ്, 100 അടുപ്പിച്ച് വരുന്ന വലിയ നമ്പേഴ്സ്, നമുക്കറിയാം 97, 98 അങ്ങനെയൊക്കെയുള്ള നമ്പേഴ്സ്, രണ്ട് നമ്പേഴ്സ് വന്നാൽ എങ്ങനെ നമുക്ക് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ പെട്ടെന്ന് ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം 99 ഇൻറ്റു 97 എനിക്ക് പെട്ടെന്ന് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾറെഡി 99 ഇൻറ്റു 97 ചെയ്യാൻ, ഇപ്പോൾ നമ്മൾ നേരത്തെ ലാസ്റ്റ് സെഷനിൽ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല ഷോർട്ട് കട്ട്സിലും യൂസ് ചെയ്യുന്ന നമ്പേഴ്സിനെ എടുക്കാൻ വേറെയും പാരലൽ മെത്തേഡ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ 90 ഇൻറ്റു 97 എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ വരുന്നത് നമുക്ക് 99 മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് കട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ആ ട്രിക്ക് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. 99 മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ 99 ഇൻറ്റു 97 ആൻസർ വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. എങ്ങനെ? 97 1 കുറച്ചാൽ 96 എന്ന് വരും. പിന്നെ ആ നമ്പേഴ്സിനെ 9 എന്ന് കുറച്ചാൽ മതി. 9 എന്ന് കുറച്ചാൽ നമുക്ക് 0 എന്ന് വരും. 9 6 എന്ന് കുറച്ചാൽ നമുക്ക് 3 എന്ന് വരും. ആൻസർ അത്രേ ഉള്ളൂ. അപ്പോൾ വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും നമ്മൾ ഈ ഒരു ട്രിക്ക് പഠിച്ചാൽ. ഇത് കൂടാതെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, ഇതിനെ നമുക്ക് ഇങ്ങനെ എടുക്കാം, ബട്ടർഫ്ലൈ മെത്തേഡ് യൂസ് ചെയ്യാം. ആ ബട്ടർഫ്ലൈ മെത്തേഡ് വെച്ച് നമുക്ക് ഇത് എടുക്കാൻ പറ്റും. നമ്മൾ ലാസ്റ്റ് സെഷനിൽ പഠിച്ചതാണ് 2 ഡിജിറ്റ് നമ്പേഴ്സിനെ എങ്ങനെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്തുള്ളത്. അപ്പോൾ ഒരു വരുന്ന നമ്പേഴ്സിന് തന്നെ ഒരു മെത്തേഡ് അല്ല, ഒന്നിൽ കൂടുതൽ മെത്തേഡ് ഇപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ ഓരോ ക്ലാസ് മുമ്പോട്ട് പോകും തോറും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഈ സംഭവം മൾട്ടിപ്ലൈ ചെയ്യാൻ ഓൾറെഡി നമുക്ക് 2 3 മെത്തേഡ് അറിയാം. ഓൾറെഡി 100 - 1 എന്നൊരു ആംഗിൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ 2 3 മെത്തേഡ് അറിയാം. ഇനി ഇതിനെ വേറൊരു മെത്തേഡിൽ എങ്ങനെ എടുക്കാം എന്നുള്ളത് കൂടിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ നമ്പേഴ്സ് കണ്ടിട്ട് ആ നമ്പേഴ്സിനനുസരിച്ച് മെത്തേഡ്സിനെ ചൂസ് ചെയ്യാനും പറ്റും. നമുക്ക് ഏതാണ് ഏറ്റവും എളുപ്പം നമ്മുടെ മൈൻഡിൽ വരുന്നത്, ഏതേ നമുക്ക് എടുക്കാൻ ഏറ്റവും എളുപ്പം തോന്നുന്നു, നമുക്ക് അത് വെച്ച് ആൻസേഴ്സ് എടുക്കാനും പറ്റും. അപ്പോൾ നമുക്കൊരു പുതിയ ട്രിക്ക് പഠിക്കാം. അപ്പോൾ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് 99 ഇൻറ്റു 97 ചെയ്യണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ നമ്പേഴ്സിനെ ചെയ്യുമ്പോൾ നമ്മൾ 100നെ ബേസ് ആയിട്ട് എടുക്കും. ഓക്കെ, 100നെ ബേസ് ആയിട്ട് എടുത്തുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. 100 അടുപ്പിച്ചുള്ള നമ്പേഴ്സ് ആയിട്ട് 100 ബേസ് എടുത്ത് ചെയ്യുന്ന ഷോർട്ട് കട്ടാണ് ഇത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ 100ൽ നിന്ന് എത്ര കുറവുണ്ട്? 1 കുറവുണ്ട്. ആൻഡ് ഇത് 100ൽ നിന്ന് എത്ര കുറവുണ്ട്? 3 കുറവുണ്ട്. സോ വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആ 1 ഇൻറ്റു 3 ചെയ്യുക. ഓക്കെ, ആ നമ്മൾ എഴുതിയ ഡിഫറൻസ് ആയ 1 ഇൻറ്റു 3 ചെയ്യുക. നമുക്ക് ഇത് 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. നമ്മൾ ആൻസർ എഴുതുമ്പോഴും 1 ഇൻറ്റു 3 3 എന്ന് മാത്രം വരുന്നുണ്ട്. നമുക്ക് 03 എന്ന് എഴുതാം, ബിക്കോസ് നമുക്ക് 2 ഡിജിറ്റ് വേണം അതുകൊണ്ട്. ഓക്കെ, ഇപ്പോൾ 2 ഡിജിറ്റ് ആണ് വന്നിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇപ്പോൾ ഇത് ഒരു 2 ഇൻറ്റു 6 12 എന്നായിരുന്നു വന്നിരുന്നെങ്കിൽ നമുക്ക് 12 അങ്ങ് എഴുതിയാൽ മതി. പക്ഷെ ഇവിടെ ഇപ്പം നമുക്ക് 1 ഇൻറ്റു 3 എന്ന് മാത്രമേ വരുന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഡിജിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മുമ്പിൽ ഒരു 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ ഈ 99ൽ നിന്ന് ഈ 3നെ അങ്ങ് മൈനസ് ചെയ്യുക. 99ൽ നിന്ന് 3 മൈനസ് ചെയ്ത് നമുക്ക് എത്ര വരും? 96 എന്ന് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ 97ൽ നിന്ന് നിങ്ങൾ ആ 1നെ മൈനസ് ചെയ്താലും മതി. 97ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 96 വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് ക്രോസ് ചെയ്യുന്ന രീതിയിൽ അതിനെ അങ്ങ് മൈനസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ -3 അല്ലേ, ഇപ്പോൾ 99ൽ നിന്ന് ആ 3നെ മൈനസ് ചെയ്യുക. അല്ലെങ്കിൽ -1 അല്ലേ, ആ 97ൽ നിന്ന് ആ 1നെ അങ്ങ് മൈനസ് ചെയ്യുക. അത്രേ ഉള്ളൂ, നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതും അഗൈൻ വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് 1 2 നമ്പേഴ്സിൽ ഇപ്പോൾ ഈ പറഞ്ഞ ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി വേറൊരു നമ്പർ എടുക്കാം. നമുക്ക് 93 ഇൻറ്റു 91 നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 93 ഇൻറ്റു 91 എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് അഗൈൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്രൻ്റെ വ്യത്യാസമുണ്ട്? 100നെ വെച്ച് നോക്കുമ്പോൾ ഒരു 7 കുറവാണ്, ഒരു 9 കുറവാണ്. അങ്ങനെ നമുക്ക് ആൻസർ എടുക്കാം. ആൻസർ എടുക്കാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യുക? 9 ഇൻറ്റു 7 9 7 ഇത് രണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 9 ഇൻറ്റു 7 എത്ര വരും? 63 വരും. 2 ഡിജിറ്റ് നമ്മൾ അത് അതേപോലെ എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വളരെ പെട്ടെന്ന് ഒന്നെങ്കിൽ 91ൽ നിന്ന് നമുക്ക് ആ 7 അങ്ങ് മൈനസ് ചെയ്യാം. 91ൽ നിന്ന് 7 മൈനസ് ചെയ്താൽ നമുക്ക് 84 എന്ന് വരും. ആ 84 അങ്ങ് എഴുതുക, നമുക്ക് ആൻസർ ചെയ്യും. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ 93ൽ നിന്ന് 9 മൈനസ് ചെയ്താലും മതി. 93ൽ നിന്ന് 9 മൈനസ് ചെയ്താലും നമുക്ക് എന്ത് തന്നെ വരും? 84 തന്നെ വരും.
അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് എന്താണ് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ലാസ്റ്റ് നമുക്ക് ഒരെണ്ണം കൂടി ചെയ്യാം. കുറച്ചുകൂടി അതിനെ ദൂരോട്ട് പോകുന്ന രീതിയിൽ. ഇപ്പോൾ 89 ഇൻറ്റു 97 എടുക്കാം നമുക്ക്. അപ്പോൾ ഒരു 90 റേഞ്ചിൽ തന്നെ ആവണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ഓക്കെ, ഇങ്ങനെയും എടുക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ ഇവിടെ എത്രൻ്റെ കുറവുണ്ട്? 11ൻ്റെ കുറവുണ്ട്. ആൻഡ് ഇവിടെ എത്രൻ്റെ കുറവുണ്ട്? 3ൻ്റെ. അപ്പോൾ ആദ്യമേ 3 ഇൻറ്റു 11 നമുക്ക് 33. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക? ആ 89ൽ നിന്ന് ആ 3 അങ്ങ് മൈനസ് ചെയ്യുക. 89ൽ നിന്ന് 3 മൈനസ് ചെയ്ത് നമുക്ക് എത്ര വരും? 86 എന്ന് വരും. ആൻസർ കിട്ടി. അല്ലെങ്കിൽ 97ൽ നിന്ന് 11 മൈനസ് ചെയ്താലും നിങ്ങൾക്ക് 86 എന്ന് വരും. എടുത്താലും മതി. ഓക്കെ അല്ലേ? ഇത് ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഷോർട്ട് കട്ടാണ്. ഈ ഒരു ട്രിക്സുകൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ വെക്കുക. നിങ്ങൾ വല്ലപ്പോഴും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ അതേപോലത്തെ നമ്പേഴ്സ് വല്ലപ്പോഴും ഒക്കെ എടുത്ത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ആദ്യമായിട്ട് കേൾക്കുന്ന ട്രിക്കാണെങ്കിൽ ഉറപ്പായിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഓരോ ഷോർട്ട് കട്ട് ഓരോ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് അറിയാത്തവരെണ്ണമാണ് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നോക്കണമെങ്കിലും പെട്ടെന്ന് നമുക്ക് ഫോണിൽ തന്നെ അത് കിടക്കും, പെട്ടെന്ന് നിങ്ങൾക്ക് എടുത്ത് നോക്കാൻ പറ്റും. അതർവൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ടായാലും ചാനലിൽ കയറി അവിടുന്ന് പ്ലേലിസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അവിടുന്ന് നിങ്ങൾക്ക് അത് എടുത്ത് നോക്കാൻ പറ്റും. ലൈവ് വീഡിയോസ് എടുത്ത് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് അവിടുന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിപ്പോൾ നമ്മൾ 100 ബേസ് ആയിട്ട് എടുക്കുന്ന നമ്പേഴ്സാണ് യൂസ് ചെയ്തത്. പക്ഷേ നമ്മൾ 100ൻ്റെ അടിയിലോട്ടുള്ള നമ്പറാണ് യൂസ് ചെയ്തത്. നമുക്ക് 100ൻ്റെ മുകളിലോട്ടുള്ള നമ്പേഴ്സ് വെച്ചൊന്ന് ട്രൈ ചെയ്താലോ? നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ 100ൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു 23ാമത്തെ ട്രിക്ക് എന്ന് പറയാം. ഇപ്പോഴും നമ്മൾ 100 ബേസ് വെച്ച് തന്നെ എടുക്കാൻ പോകുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ 100ൻ്റെ മുകളിലോട്ടുള്ള നമ്പർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 100ൻ്റെ താഴെ ഇത് ശരിയാവുന്നുണ്ടെങ്കിൽ 100ൻ്റെ മുകളിൽ ഇത് ശരിയാവണം. അങ്ങനെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. നമുക്കൊരു 102ൻ്റെ സിമ്പിൾ നമ്പർ എടുക്കാം. 102 × 109 എടുത്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ എത്ര കൂടുതലുണ്ട്? നേരത്തെ കുറവായിരുന്നെങ്കിൽ ഇവിടെ എത്ര കൂടുതലുണ്ട്? 2 കൂടുതലുണ്ട് 100നേക്കാളും. ഇവിടെ എത്ര കൂടുതലുണ്ട്? 9 കൂടുതലുണ്ട്. ആണെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക? 2 × 9. 2 × 9 നമുക്ക് എത്രയെന്ന് വരും? 18 എന്ന് വരും. ആ 18 അങ്ങ് എഴുതുക. ഇനി നമ്മൾ ശ്രദ്ധിച്ചോണം, കുറച്ച് വലിയ നമ്പേഴ്സ് ആയതുകൊണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒന്നെങ്കിൽ നേരത്തെ നമ്മൾ മൈനസ് ചെയ്യുക ചെയ്തത്. കുറവായിരുന്നു, മൈനസ് ചെയ്തു. ഇപ്പൊ കൂടുതലല്ലേ, അങ്ങ് പ്ലസ് ചെയ്യുക. 109ന്റെ കൂടെ 2 കൂടി അങ്ങ് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 111 വരത്തില്ലേ? സോ ഈ ആൻസർ 11118 ആൻസർ. അല്ല, 102ൽ നിന്ന് 9 നമുക്ക് 102ന്റെ കൂടെ 9 ആഡ് ചെയ്താൽ നമുക്ക് എത്ര തന്നെ വരും? 111 തന്നെ വരും. നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ താഴോട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുകളിലോട്ടും വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ട്രൈ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ വേറെ നമ്പേഴ്സും എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. 107 × 112 ട്രൈ ചെയ്യാം. കുറച്ചും വലിയ നമ്പേഴ്സാണ്. അപ്പോൾ ആണെങ്കിൽ നമുക്ക് ഇവിടെ 7 കൂടുതലുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് എത്ര കൂടുതലുണ്ട്? 12 കൂടുതലുണ്ട്. അങ്ങനെയാണെങ്കിൽ 7 × 12 84. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. 112ന്റെ കൂടെ ആ 7 കൂടി ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 119 എന്ന് വരും. 119. സോ 11984 എന്ന് നമുക്ക് ആൻസർ വരും. ഈസി ആയിട്ട് ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ കുറച്ചുകൂടി ഒരു എക്സ്ട്രീം ലെവലിലേക്ക് ഒന്ന് പുഷ് ചെയ്യാം. നമുക്ക് 109 × 113 എന്ന് എടുക്കാം. 100ന്റെ മേളിൽ പോകുന്ന രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യാം. 100ന്റെ മേളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് 100ന്റെ മേളിൽ. ഇപ്പോൾ നമ്മളിവിടെ 7 × 12 ചെയ്തപ്പോൾ 84 വന്നുള്ളൂ. ഇവിടെ 2 × 9 ചെയ്തപ്പോൾ 18 വന്നുള്ളൂ. എന്ന് കഴിഞ്ഞാൽ 100ന്റെ അടിയിലാണ് നിന്നത്. ഇവിടെ നമുക്ക് 100ന്റെ മേലോട്ട് പോകുന്ന രീതിയിൽ നമ്പർ ഞാൻ ഒന്ന് ചുമ്മാ ഒന്ന് എഴുതി. അപ്പോൾ ഇവിടെ നമുക്ക് 9 വരുന്നുണ്ട്, ഇവിടെ നമുക്ക് 13 വരുന്നുണ്ട്. അപ്പോൾ 9 × 13 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 117 വരും. പക്ഷേ 117 എഴുതാൻ പറ്റത്തില്ല. നമുക്ക് എത്ര ഡിജിറ്റ് എഴുതാൻ പറ്റും? 2 എണ്ണം എഴുതാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അങ്ങനെ നമ്മൾ എന്ത് മാത്രം എഴുതും? ആ 17 മാത്രം എഴുതും. എന്നിട്ട് ആ 1 നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ ക്യാരി ഓവർ ആയിട്ട് എടുക്കേണ്ടി വരും. എന്നിട്ട് നമുക്ക് 2 ഡിജിറ്റ് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം പിന്നെ എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം ക്യാരി ആകണം. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ആഡ് ചെയ്തെടുക്കാം. 113ന്റെ കൂടെ 9 കൂടി ആഡ് ചെയ്താൽ നമുക്ക് 122 വരും. പിന്നെ ഈ ക്യാരി ഓവർ കൂടി വരുമ്പോഴത്തേക്കും നമുക്ക് 123 വരും. നോക്കിക്കേ, ശരിയായില്ലേ? 1 2 3 1 7 ആൻസർ. ഓക്കെ, അപ്പൊ 100ന്റെ ബേസ് വെച്ചുകൊണ്ട് 100ന്റെ അടുത്തുള്ള 100ന്റെ താഴെ വരുന്നതും 100ന്റെ തൊട്ട് മുകളിൽ വരുന്ന നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? ആൻസർ എടുക്കാൻ പറ്റും. നമുക്കറിയാം, നമുക്ക് അത്യാവശ്യം വരുന്നതുമാണ്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് അതിനെ ചെയ്തു പോകാൻ പറ്റും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 100 വെച്ച് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് വെച്ച് ഇത് ചെയ്യാൻ പറ്റണം? 1000 വെച്ച് ഇത് ചെയ്യാൻ പറ്റണ്ടേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇപ്പോൾ ഈ പറഞ്ഞ ട്രിക്കിനെ 100 വെച്ച് എടുക്കുന്നതിന് പകരം ഇനി 1000 ബേസ് വെച്ചൊന്ന് എടുക്കാം. 1000 ബേസ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് എന്ന ആംഗിളിൽ നമ്മുടെ 24ാമത്തെ ട്രിക്ക് ഐ തിങ്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എടുത്ത പോലത്തെ നമ്പേഴ്സിനെ ഇവിടെ എടുക്കാം. 997 × 992 എടുക്കാം. അപ്പോൾ വലിയ നമ്പേഴ്സാണ്. സ്റ്റിൽ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കുറവുണ്ട്? 1000നേക്കാളും 3 കുറവുണ്ട്. ഇവിടെ നമുക്ക് 1000നേക്കാളും എത്ര കുറവുണ്ട്? 8 കുറവുണ്ട്. അപ്പോൾ 3 × 8 നമുക്ക് 24 എന്ന് വരും. ഓക്കെ, പക്ഷെ പ്രശ്നം നമ്മൾ നേരത്തെ 2 ഡിജിറ്റ് ആയതുകൊണ്ട് 2 നമ്പേഴ്സ് എഴുതണമായിരുന്നു. അപ്പോൾ നമ്മൾ 1 വന്നപ്പോഴും മുമ്പ് 0 ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി. ഇവിടെ ഇപ്പോൾ നമുക്ക് 24 വന്നു, പക്ഷെ ഇവിടെ 3 ഡിജിറ്റാണ്. 999 അല്ലെങ്കിൽ 1000 റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് നമുക്ക് ഈ പറയുന്ന 3 ഡിജിറ്റ് വേണം. അപ്പോൾ അങ്ങനെ 24നെ 3 ഡിജിറ്റ് ആക്കി എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു 0 ഇടും. നേരത്തെ 2 ആയിരുന്നുണ്ട്, 99 അങ്ങനത്തെ നമ്പർ ആയിട്ട് നമ്മളവിടെ 2 ഡിജിറ്റ് മതിയായിരുന്നു. നമ്മൾ 2 ഡിജിറ്റ് എഴുതി.
ഇവിടെ ഇപ്പം നമ്മൾ 2 ഡിജിറ്റ് വരാത്ത സ്ഥലത്ത് നമ്മൾ 0 കൂടി ഇട്ട് എഴുതി. ഇവിടെ നമുക്കിപ്പം 3 ഡിജിറ്റ് വേണം. 3 ഡിജിറ്റ് നമ്പേഴ്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? മുമ്പിൽ 0 ഇട്ട് 3 ഡിജിറ്റ് എഴുതി. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് അങ്ങ് ചെയ്താൽ മാത്രം മതി. എന്ത് ചെയ്താൽ മതി? 992 നിന്ന് 3 അങ്ങ് കുറച്ചാൽ മതി. 992 നിന്ന് 3 കുറച്ചാൽ എത്ര വരും? നിങ്ങൾക്ക് 989 എന്ന് വരണം. അപ്പം 989024 നോക്കിയേ, വലിയൊരു ആൻസർ, 6 ഡിജിറ്റിന്റെ വലിയൊരു ആൻസർ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഈസി ആയിട്ട് നോക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 997 നിന്ന് 8 കുറച്ചാലും മതി. ഓക്കെ, 997 നിന്ന് 8 കുറച്ചാലും എന്ത് വരും? 989 തന്നെ നമുക്ക് വരും. ഓക്കെ, ഇപ്പോൾ വേറെ നമ്പേഴ്സിൽ നമുക്ക് ഈ പറഞ്ഞ പ്രോസസ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത നമ്പർ എടുക്കാം. 995 ഇൻറ്റു 993 എടുക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ എത്ര കുറവുണ്ട്? 5 കുറവുണ്ട്. എത്ര കുറവുണ്ട്? 7 കുറവുണ്ട്. 7 ഇൻറ്റു 5 35, പക്ഷെ നമുക്ക് 035 എന്ന് എടുക്കാം. ഇനി എന്ത് ചെയ്യുക? 993 നിന്ന് 5 കുറയ്ക്കുക. 993 നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 988 എന്ന് വരും. അപ്പം 988035. ഓക്കെ, വലിയ നമ്പേഴ്സ്. നമുക്ക് ആ ഒരു 995 നിന്ന് 7 കുറച്ചാലും നമുക്ക് 988 എന്നാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി ഒരു നമ്പറിലുള്ളത് കൂടി നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം. അപ്പം 989993. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എത്ര കുറവുണ്ട്? 11 കുറവുണ്ട്. ഇവിടെ എത്ര കുറവുണ്ട്? 7 കുറവുണ്ട്. 7 ഇൻറ്റു 11 നമുക്ക് 77 വരും. അപ്പോൾ 077 നമ്മൾ എടുക്കും. 3 ഡിജിറ്റ് വേണം, അതുകൊണ്ട്. ഇനി എന്ത് ചെയ്യുക? 993 നിന്ന് 11 കുറച്ചാൽ മതി. അപ്പം 993 നിന്ന് 11 വെച്ചാൽ നമുക്ക് 982 എന്ന് വരും. അപ്പം 982077 എന്ന് നമുക്ക് ആൻസർ വരും. അല്ലെങ്കിൽ 989 നിന്ന് 7 കുറച്ചാൽ നമുക്ക് ഈ 982 പിന്നെ 077 നമുക്ക് ആൻസർ വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഈസി ആയിട്ട് ആൻസർ കിട്ടുന്നുണ്ട്. ഒട്ടും ഡിഫിക്കൽട്ട് അല്ല, നമുക്ക് ഈസി ആയിട്ട് ആൻസർ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ 1000നെ ബേസ് വെച്ച് 1000ന്റെ അടിയിലുള്ളത് എടുത്തു. അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ 100നെ ബേസ് വെച്ചുകൊണ്ട് 100ന്റെ അടിയിലുള്ളതോ 100ന്റെ മുകളിലുള്ളതോ എടുക്കാൻ നോക്കിയായിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ 1000നെ ബേസ് വെച്ചുകൊണ്ട് 1000ന്റെ അടിയിലുള്ളത് എടുത്തെങ്കിൽ 1000ന്റെ മുകളിലുള്ളത് എടുക്കാൻ നോക്കാം. പിന്നെ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്യാം. അഗെയിൻ നമുക്ക് 1000നെ ബേസ് വെച്ചോണ്ട് നമുക്ക് 1000ന്റെ മുകളിൽ വരുന്ന നമ്പേഴ്സ് നമുക്ക് എടുക്കാം. 1000 ബേസ് നമുക്കൊന്ന് അത് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം നമ്പേഴ്സ് എടുക്കാം. 1003യും 1007. ഓക്കെ, നമുക്ക് ഇനി ഇതൊന്ന് ട്രൈ ചെയ്യാം. വലിയ നമ്പേഴ്സ് ആണ്, ആൻസറും അതേപോലെ വലുതായിരിക്കും. പക്ഷേ എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. ഇവിടെ ഇപ്പോൾ എത്ര കൂടുതലുണ്ട്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 3 കൂടുതലുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 7 കൂടുതലുണ്ട്. അങ്ങനെയാണെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ 3 ഇൻറ്റു 7 നമുക്ക് 21 വരും. പക്ഷെ നമുക്ക് 3 ഡിജിറ്റ് വേണം. സോ 021 എന്ന് എഴുതാം. ഇനി നേരത്തെ നമ്മൾ നിങ്ങൾക്കറിയാം മൈനസ് ചെയ്തായിരുന്നു, എന്നാൽ മൈനസ് ആയിരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് അവിടെ പ്ലസ് ആണ്, നമ്മൾ എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യുക. അപ്പൊ 103ന്റെ കൂടെ 7 കൂടി പ്ലസ് ചെയ്താൽ നമുക്ക് എത്ര വരും? 103 അല്ല, 1003ന്റെ കൂടെ നമ്മൾ 7 കൂടി പ്ലസ് ചെയ്താൽ എത്ര വരും? 1010 വരും. ഓക്കെ, 1010. സോ 1010 എന്ന ആൻസർ വരും. അപ്പൊ നോക്കിയേ, 1010യും പിന്നെ 021ഉം. ഓക്കെ, അപ്പൊ 10100021 എന്ന ആൻസർ വരും. നോക്കിയേ, 7 ഡിജിറ്റ് നമ്പേഴ്സിന്റെ വലിയ ആൻസർ. ഇപ്പൊ എടുക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഈ 1000ന്റെ കൂടെ നമ്മൾ ആ 3 കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ 1010 കിട്ടും. നമുക്ക് വേറെ നമ്പറിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നമുക്ക് അടുത്ത 1007ഉം 1009ഉം വെച്ചും ട്രൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കൂടുതലുണ്ട് എന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 7 കൂടുതലുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് 9 കൂടുതലുണ്ട്. അങ്ങനെയാണെങ്കിൽ 9 ഇൻറ്റു 7 നമുക്ക് 63 എന്ന് വരും. 3 എണ്ണം വേണ്ടത് 063 നമ്മൾ എടുക്കുന്നു. അതിനുശേഷം നമ്മൾ ആ ഒരു 1007ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ആ 9 കൂടി അങ്ങ് ആഡ് ചെയ്യുക. അപ്പൊ 1007ന്റെ കൂടെ നമ്മൾ 9 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1016 എന്ന് വരും. അപ്പൊ 10160363 എന്ന് നമുക്ക് ആൻസർ വരും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 1009ന്റെ കൂടെ നമുക്ക് എന്തുകൂടി ആഡ് ചെയ്താലും മതി, ആ 7 ആഡ് ചെയ്താലും മതി. അപ്പോഴും നമുക്ക് 1016 എന്ന് തന്നെ വരും. പിന്നെ 063. അപ്പോൾ ഒരെണ്ണം കൂടി ട്രൈ ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ കുറച്ചുകൂടി ഒന്ന് നമുക്ക് പുഷ് ചെയ്യുന്ന രീതി കുറച്ചും വലിയ നമ്പർ ഒന്ന് ട്രൈ കൊണ്ടുവരാൻ നോക്കാം. 1012യും നമുക്ക് അതേപോലെ 1011ഉം എടുക്കാം. അപ്പോൾ കുറച്ചുകൂടി വലിയ നമ്പർ ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേനും നമുക്ക് ആ ഡിഫറൻസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 12 കൂടുതലുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് 11 കൂടുതലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 12 ഇൻറ്റു 11, നമ്മുടെ 11ന്റെ ഷോർട്ട് കട്ട് 132 എന്ന് വരും നമുക്ക്. സോ 132. അവിടെ ഓൾറെഡി 3 ഡിജിറ്റ് ഉണ്ട്. സോ മുമ്പ് 0 ഇടേണ്ട ആവശ്യം വരുന്നില്ല. ഇനി എന്ത് ചെയ്താൽ മതി? ആ 1012ന്റെ കൂടെ 11 ആഡ് ചെയ്താൽ മതി. 1012ന്റെ കൂടെ 11 ആഡ് ചെയ്താൽ 1023 എന്ന് വരും. 1023132 എന്ന ആൻസർ വരും. നോക്കിയാൽ വലിയ നമ്പേഴ്സ്, 1023132. ഓക്കെ അല്ലേ? ഈസി ആയിട്ട് ആൻസർ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സെഷനിൽ ഓൾറെഡി 4 ഷോർട്ട് കട്ട് പഠിച്ചു. അപ്പൊ നമുക്ക് ഇനിയും ഒരു ഷോർട്ട് കട്ട് കൂടി നമുക്കൊന്ന് നോക്കാം. ഇനി വേറൊരു സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു ഷോർട്ട് കട്ട് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പം ചെറിയൊരു ഷോർട്ട് കട്ട് എന്ന് പറയുമ്പോൾ അതിനൊരു പേര് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ഹെഡിങ് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ഒരുപാട് ഹെഡിങ് കൊടുത്ത് ഷോർട്ട് കട്ട്സ് ചെയ്തു. ഇനി ഒരു ഹെഡിങ് ഒന്നും ഇല്ലാത്തൊരു ഷോർട്ട് കട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, എപ്പോഴെങ്കിലും ഇല്ല നിങ്ങൾക്ക് നടുക്ക് 0 വരുന്ന 3 ഡിജിറ്റ് നമ്പേഴ്സ് വന്ന, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 407.
നടുക്ക് 0 വരുന്ന ഇതേപോലത്തെ 3 ഡിജിറ്റ് നമ്പേഴ്സ് വരിക. ആൻഡ് ആ 3 ഡിജിറ്റ് നമ്പറിനെ എന്തെങ്കിലും ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് വിചാരിച്ചു. നമുക്ക് ഒരുപാട് ഇങ്ങനത്തെ വരാറുണ്ട്. ഏതെങ്കിലും 3 ഡിജിറ്റ് നമ്പർ വരും, പക്ഷേ നടുക്ക് 0 ആയിരിക്കും. പിന്നെ അത് കൂടാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും സിംഗിൾ ഡിജിറ്റ് നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ആദ്യമേ ആ 7 into 9 ചെയ്യുക. 7 into 9 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയും വരും? 63 എന്ന് വരത്തില്ലേ? ആ 63നെ നമ്മൾ അങ്ങ് എഴുതുക. അതേപോലെ നമ്മൾ ഇവിടുത്തെ ഈ 4 ആ 4 into 9 ചെയ്യുക. 4 into 9 ചെയ്ത് നമുക്ക് 36 എന്ന് വരത്തില്ലേ? ആ 36ന്റെ മുമ്പിലേക്ക് അങ്ങ് എഴുതുക. അപ്പോൾ നമ്മുടെ ആൻസർ സിമ്പിൾ ആയിട്ട് 3663 എന്ന് നമുക്ക് കിട്ടും. 3663 അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വേറെ നമ്പേഴ്സിൽ നമുക്ക് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അടുത്ത ഒരെണ്ണം എടുക്കാം. നമുക്ക് അടുത്ത 804 into 7 എടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 4 into 7 നമുക്ക് എത്രയെന്ന് വരും? 28 എന്ന് വരും. അതിനുശേഷം നമുക്ക് 8 into 7 56 എന്ന് വരും. സോ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 5628 നമുക്ക് ആൻസർ കിട്ടും. നോക്കിയാൽ ഈസി ആയിട്ട് കിട്ടുന്നല്ലേ? ശരി, ഒരെണ്ണം കൂടി 506 into 3 നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 6 into 3 നമുക്ക് എത്രയെന്ന് വരും? 18 എന്ന് വരും. ആൻഡ് നമുക്ക് 5 into 3 നമുക്ക് എത്രയെന്നും വരും? 15 എന്ന് വരും. ഇപ്പൊ 1518 നോക്കിയേ, ഈസി ആയിട്ട് ആൻസർ കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ? ഒരു ലാസ്റ്റ് ഒരെണ്ണം കൂടി നമുക്ക് ചെയ്യാം. 709 into നമുക്ക് 9 ചെയ്യാം. 9 into 9 നമുക്ക് 81 എന്ന് വരും. ആൻഡ് ദെൻ 9 sevens നമുക്ക് എത്രയെന്ന് വരും? 63 എന്ന് വരും. 6381 നോക്കിയേ, ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് അത്യാവശ്യം ഈ നമ്മുടെ കാൽക്കുലേഷന്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്ന ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷൻസിന്റെ അകത്തായിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു 7 സെഷൻ പോയി, ഈ ഒരു 7 സെഷൻസിന്റെ അകത്തായിട്ട് നമ്മൾ ഒരുപാട് മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് ഇനി വരാൻ പോകുന്ന നമ്മുടെ അടുത്ത സെഷൻ, നമ്മുടെ ഈ ഒരു സീരീസിന്റെ ലാസ്റ്റ് സെഷൻ കൂടി ആയിരിക്കും. ഇനിയും ഒരുപാട് ഷോർട്ട് കട്ട്സ് ഉണ്ട്, പക്ഷേ നമുക്ക് ഇനി ഇതേപോലെ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഷോർട്ട് കട്ട്സ് ആണ് ഇനിയുള്ളതെല്ലാം തന്നെ. അപ്പോൾ അതൊക്കെ നമ്മൾ കൂടുതൽ ക്ലാസ്സുകളിലും അതുപോലെ നമ്മൾ ഇവിടെ വരുന്ന പ്രീവിയസ് ക്വസ്റ്റൻ ഡിസ്കഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത വരുന്ന സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അടുത്ത വരുന്ന സെഷനിൽ നമ്മൾ കൂടുതൽ ഷോർട്ട് കട്ട്സ് അല്ല നോക്കാൻ പോകുന്നത്. എക്സാംസിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് ഇപ്പോഴത്തെ സമയത്ത് ബാങ്കോ SSCO റെയിൽവേ എക്സാംസിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാൽക്കുലേഷന്റെ ഭാഗമായിട്ട് വരുന്ന ചില ഇമ്പോർട്ടൻറ്റ് എന്താ പറയുക ഫോംസും ആ ഫോംസിന്റെ അപ്രോച്ച് എന്താണെന്നുള്ളത്, അതിന്റെ ഏറ്റവും ഈസി അപ്രോച്ച് എന്താ, അല്ലെങ്കിൽ അങ്ങനെ വന്നാൽ ഒരുപാട് പേർക്കും കൺഫ്യൂഷൻ വരാറുണ്ട്, ഇത് എങ്ങനെ എടുക്കണം, അതിന്റെ ഈസി അപ്രോച്ച് എന്താ, എങ്ങനെ ശരിക്കും എടുക്കേണ്ടത്, പെട്ടെന്ന് എടുക്കേണ്ടത് എന്നുള്ളത് അടങ്ങിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ് നമ്മൾ അടുത്ത സെഷൻ്റെ അകത്ത് ഇതേ വേദിക് മാത്സിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിന് മുമ്പുള്ള സെഷൻസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും കാണും. അതേപോലെ തന്നെ അടുത്ത വരാതിരിക്കുന്ന സെഷൻ നിങ്ങൾ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മുമ്പുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പം പഠിച്ചു തുടങ്ങിയവരാണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മുടെ SSCയുടെ ഇനി വരാനുള്ള നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. ആ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇനി വരുന്ന സമയത്ത് SSC GDയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ഇയർ നമുക്ക് വരും, നവംബർ ഡിസംബറിൽ. അതുപോലെ നമ്മുടെ SSCയുടെ CPO പോലത്തെ ഉള്ള എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ കറന്റ് ആക്റ്റീവ് ആണ്. നമ്മുടെ ഡൽഹി പോലീസ് എന്നറിയപ്പെടുന്ന SIയുടെയും കോൺസ്റ്റബിളിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ആക്റ്റീവ് ആണ്. 7000+ വേക്കൻസീസ് ഉണ്ട് അവിടെ. അത്യാവശ്യം നല്ല വേക്കൻസീസ് ആണ്. സോ അതിന് അപ്ലൈ ചെയ്യുക. ഇതിൽ അടുത്ത വർഷം വരാതിരിക്കുന്ന SSC എക്സാംസ് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരാണെങ്കിൽ, ഇപ്പം പഠിച്ച് തുടങ്ങിയവരാണെങ്കിൽ, നമുക്ക് ജസ്റ്റ് തുടങ്ങിയതോ അല്ലെങ്കിൽ ഇനി തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയും നമുക്ക് മിഷൻ SSC 2026 എന്നുള്ള ബാച്ചസ് ഉണ്ട്. അത് ഇനി വരാതിരിക്കുന്ന അടുത്ത വർഷം വരാതിരിക്കുന്ന SSC എക്സാംസിന് വേണ്ടിയുള്ള ബാച്ചസ് ആണ്. അപ്പോൾ അത്യാവശ്യം സമയമെടുത്ത് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് അടുത്ത വർഷം വരാതിരിക്കുന്ന SSCയുടെ എക്സാംസ് ഒക്കെ തന്നെ എന്താണ് നിങ്ങൾക്കറിയാം. SSC എക്സാംസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം സിലബസ് എല്ലാം എന്താണ് ഒരേപോലെ തന്നെയാണ്. അതേപോലെ ബാങ്ക് എക്സാംസിലേക്ക് വരുമ്പോഴും എക്സാംസിന്റെ സിലബസ് എന്ന് പറയുന്നത് എന്താണ് ഒരേപോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് ഒരു എക്സാം അല്ല കുറേ എക്സാംസ് ആണ് അവിടെ വരുന്നത്. ഇപ്പം നമ്മുടെ ബാങ്ക് എക്സാംസ് എടുക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാവരും എഴുതുന്ന കുറേ എക്സാംസ് ഉണ്ട്. RRB ക്ലർക്ക്, RRB PO, SBI ക്ലർക്ക്, SBI PO, IBPS ക്ലർക്ക്, IPS PO. പിന്നെ ഇത് കൂടാതെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അസിസ്റ്റന്റ് എക്സാംസ് വരാം. അതുപോലെ തന്നെ നമ്മുടെ വേരിയസ് ഇൻഷുറൻസ് എക്സാംസിന്റെ ഇൻഷുറൻസ് കമ്പനീസിന്റെ എക്സാംസ് വരാം. പിന്നെ എല്ലാം സിലബസ് എന്താണ് ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു എക്സാം വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു സിലബസ് കവർ ചെയ്തുകൊണ്ട് തന്നെ കുറേ എക്സാംസ് കവർ ചെയ്യാൻ പറ്റും. അതുപോലെ സെയിം SSCയിൽ നമുക്ക് ഇതേ പാറ്റേൺ ഫോളോ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ SSCയിലെ സിലബസ് പഠിക്കുമ്പോൾ നമുക്ക് റെയിൽവേയുടെ കൂടി കുറേ ഏരിയാസ് നമുക്ക് കവർ ആയി കിട്ടും. അപ്പോൾ ആ ഒരു രീതി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ കുറച്ച് സമയം എടുത്ത് നല്ലപോലെ അടുത്ത വർഷം വരാതിരിക്കുന്ന ബാച്ചസിന് വേണ്ടി നിങ്ങൾക്ക് അവിടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ബാച്ചസിലേക്ക് വരുമ്പോഴും നിങ്ങൾക്കവിടെ എന്താ പറയുക റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്കവിടെ കിട്ടുന്നുണ്ട്. ആ റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് കാണാം. അതുപോലെ 2 year മെന്റർഷിപ്പ് വാലിഡിറ്റി കിട്ടുന്നുണ്ട്. മെന്റേഴ്സിന്റെ സപ്പോർട്ട് കാണും. ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ പഠിക്കുന്ന തന്നെ റെക്കോർഡ് ക്ലാസ്സിൽ പഠിക്കുന്ന ടോപ്പിക്സിന് തന്നെ അഡ്വാൻസ് ക്വസ്റ്റൻസിന്റെ ലൈവ് പ്രാക്ടീസ് സെഷൻസ് ഈവനിങ് സമയം പോകാറുണ്ട്. സോ വർക്കിംഗ് പ്രൊഫഷണൽസ് ആയാലും
അതുപോലെ തന്നെ കോളേജിൽ പഠിക്കുന്നവരാണെങ്കിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. നിങ്ങൾക്ക് നിങ്ങളുടെ റെഗുലർ ഡേയ്സിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഡേ ടൈം ഉള്ള ക്ലാസ്സസോ വർക്കോ ഒന്നും എഫക്റ്റ് ആവാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈവനിങ് ആ ലൈവ് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മിസ്സാവത്തുമില്ല. പിന്നെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ബാക്കിയുള്ള എന്താ പറയുക, ഈ ബുക്കുകളും ഓൺലൈൻ ക്ലാസ് ആണ്, സോ ഈ ബുക്കുകളും അതുപോലെ തന്നെ പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സസും പിന്നെ മെന്റേഴ്സിന്റെ സപ്പോർട്ടും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, പിന്നെ മോക്ക് ടെസ്റ്റ് ക്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്റെ ഡിസ്കഷൻസ്, കോർ ടോപ്പിക്കിന്റെ ഡിസ്കഷൻസ്, പിന്നെ നിങ്ങളുടെ ആപ്പിൽ തന്നെ എയുടെ സപ്പോർട്ട് ഉണ്ട് നിങ്ങളുടെ വീക്ക് ഏരിയയൊക്കെ അനലൈസ് ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. സോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട്. അതിപ്പം SSC ആയാലും ബാങ്ക് എക്സാംസ് ആയാലും രണ്ടിനും നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. സോ നല്ലൊരു സമയമാണ് പഠിച്ചു തുടങ്ങാൻ വേണ്ടി. എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക അടുത്ത വർഷത്തെ എക്സാംസിന് വേണ്ടി. ഈ വർഷം ഇനി തീരാൻ നിങ്ങൾക്കറിയാം, നമുക്ക് സെപ്റ്റംബർ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, നമുക്ക് 3 മാസം കൂടി ഉള്ളൂ. അടുത്ത വർഷം ഇനിയിപ്പം വീണ്ടും നമുക്ക് ഒരുപാട് എക്സാംസ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഒരിക്കലും ലാഗായി പോയി നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു എന്നൊന്നും നമുക്ക് ഫീൽ ചെയ്യേണ്ടി വരില്ല. എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. 2026 തന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു എക്സാംസ് എഴുതി ക്ലിയർ ചെയ്ത് ഗവൺമെന്റ് ജോബിലേക്ക് എത്തണം, നല്ല നമ്മുടെ ലൈഫൊക്കെ സെക്യൂർ ആക്കണം എന്നുള്ള ഒരു ഡിസിഷൻ എടുത്ത് അതിനുവേണ്ടി ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എത്രയും വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാനും നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ തന്നെ എൻട്രിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സിന്റെ നമ്പേഴ്സായ ഈ നമ്പേഴ്സ് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. 7736122215. അത് ബാങ്കിന് വേണ്ടിയും 8714764666 എന്നുള്ള ഈ നമ്പർ നിങ്ങളുടെ SSC റെയിൽവേ എക്സാംസിനെ കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനും ഒക്കെ തന്നെ, ഈവൻ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ തന്നെ നിങ്ങൾക്ക് ആ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്ത് എൻട്രിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇനി അടുത്ത സെഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻറ്റ് സെഷനാണ്. ആ ഒരു സെഷനിൽ നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരുന്ന ഇന്നത്തെ സമയത്ത് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് വരുന്ന കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ അടുത്ത വേദിക് മാത്സിന്റെ സെഷനിൽ നമുക്ക് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക്